അത് ആദ്യത്തെ അനുഭവമായിരുന്നു എനിക്ക്. ഇതൊക്കെ സെറ്റില് നമ്മൾക്ക് എനിക്ക് ഒരിക്കലും ഞാൻ എന്റെ തല അതൊരു ഗുണമാണ്. അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയ വളരെ ഹാർഷായിട്ട് പെരുമാറിയ രണ്ടുപേരാണ് നിങ്ങൾ രണ്ടുപേര്. പക്ഷെ ഈ ടിക്കി ടാക്കൊക്കെ തന്നെ എന്നെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ജോയിൻ ചെയ്യാൻ ഒരു 2 ദിവസം നിൽക്കുമ്പോഴാണ് ഞാനും കാണുന്നത് ഇത്. പുറത്താക്കിയോ? ലാലേട്ടൻ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പുള്ളിയുടെ അടുത്ത് പോയി സംസാരിക്കില്ല. ഞാൻ ജീവിതത്തിൽ കണ്ടല്ലോ പുള്ളിനെ. പുള്ളിയുടെ അടുത്തൊക്കെ പോയിട്ട് സംസാരിക്കാന്ന് വെച്ചാൽ ഇപ്പൊ ദുൽഖറാണെങ്കിലും എനിക്ക് പോയിട്ട് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അങ്ങോട്ട് പോയിട്ട് ഹായ് ഇക്ക അതെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി അവിടെ നിൽക്കില്ല. ഞാൻ അവിടെ മാറി നിൽക്കുള്ളൂ. പക്ഷെ മമ്മൂക്കാണെങ്കിൽ എനിക്ക് പോകാൻ പറ്റും. എവിടെയാണോ കൊണ്ടിട്ട് കല്യാണി ഇതെല്ലാം ചെയ്യും. ഞങ്ങൾ ഫുൾ സപ്പോർട്ടില് കൂടെ നിന്നുകൊണ്ട് കമോൺ കല്യാണി ആ മൂടായിരുന്നു ഞങ്ങള്. എന്നെ പറ്റിയൊക്കെ പോസ്റ്റ് എഴുതുന്ന ഒരാളാണ്. അല്ലല്ല മോശം. ഞങ്ങൾ ഇതുപോലെ ഒരേ മാസം റിലീസ് വന്ന് നമ്മൾ എല്ലാ പടങ്ങളൊക്കെ ഇതിനു മുമ്പ് ഫെബ്രുവരിയിലായിരുന്നു. അന്നെന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയാലോ. അതൊക്കെ തന്നെ ഇപ്പോഴും സംസാരിക്കട്ടെ. ഹായ്, ഈ വരുന്ന ഓണത്തിന് നമ്മൾ എല്ലാവരും ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ലോക. അതിലെ പ്രധാനപ്പെട്ട അഭിനേതാക്കളാണ് റിപ്പോർട്ടറിനൊപ്പം ചേരുന്നത്. അരുണുണ്ട്, നസ്ലനുണ്ട്, ചന്തുണ്ട്. സ്വാഗതം. ഇപ്പൊ ഈ ലോകേനെ പറ്റി പറയുന്ന സമയത്ത്, ആ സിനിമ അനൗൺസ് ചെയ്ത സമയം തൊട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും എന്താ പറയുക, ഭയങ്കര ക്യൂരിയോസിറ്റി തരുന്ന ഒരു സിനിമയായിരുന്നു. നമുക്ക് അറിയില്ല, കാരണം അതിന്റെ പിന്നണിയിൽ വരുന്ന ആളുകളൊക്കെ പുതിയതാണ്. നമുക്ക് പരിചയമുള്ളത് നിങ്ങൾ കുറച്ച് ആക്ടേഴ്സിനെയാണ്. അപ്പം എന്നാലും ഇതിൻ്റെ പേര് പിന്നീടാണ് വരുന്നത്. അപ്പം ഇങ്ങനെ എന്തൊക്കെയോ അണിയറയിൽ ഒരുങ്ങുന്നു എന്നുള്ളൊരു പ്രതീതിയായിരുന്നു. ഇത് കഴിഞ്ഞ ഓണത്തിൻ്റെ സമയത്ത് പ്രൊഡക്ഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത ഒരു പടമാണ്. പിന്നെ നമുക്കറിയാം ഇത് വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന ഒരു സിനിമയാണ്. പക്ഷേ ഇതിൻ്റെ നിങ്ങളായിട്ട് സിനിമയുടെ ടീമായിട്ട് പുറത്തുവിടാൻ ആഗ്രഹിച്ച കാര്യങ്ങളല്ലാതെ ഒരു സ്റ്റില്ല് പോലും പുറത്തു വന്നിട്ടില്ല. ഒറ്റ ലുക്ക് നമുക്ക് കിട്ടിയിട്ടില്ല. ഒരു കാര്യങ്ങളും വന്നിട്ടില്ല. അപ്പോൾ അറിയാനൊരു ആഗ്രഹമുള്ളത്, ലൈക്ക് എങ്ങനെയാണ് ഇത് ഇത്രയും വലിയ സീക്രട്ട് ആയിട്ട് കൊണ്ടു നടന്നത്? നിങ്ങൾക്കൊക്കെ പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു, ഒരു വാക്ക് പോലെ എവിടെയും മിണ്ടരുത്, ഒറ്റ സ്റ്റില്ല് പുറത്തു പോകരുത്? ഞങ്ങളുടെ അത് പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്നുള്ള അത് അവർക്കാണ് അതിൻ്റെ ക്രെഡിറ്റ് പോകുന്നത്. ഫുൾ കംപ്ലീറ്റ് സീക്രസി കീപ്പ് ചെയ്ത് പ്രൊഡക്ഷനും പിന്നെ ഞങ്ങളോടും ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് കാരണം അതങ്ങനത്തെ ഒരു സിനിമയാണ്. ആ ഒരു എക്സൈറ്റ്മെന്റ് തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് പ്രേക്ഷകർക്ക്, അല്ലെങ്കിൽ അതിന്റെ ഒരു രസം പോവും. അപ്പോൾ ഈ സബ്ജക്റ്റിന് അല്ലെങ്കിൽ ഈ പടത്തിന് അതങ്ങനെ കീപ്പ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ സൂപ്പർ ഹീറോ മൂവീസ് എന്ന് പറയുമ്പം എസ്പെഷ്യലി ഇപ്പോൾ തിയേറ്ററിലേക്ക് വരുന്ന ഒരു ജനറേഷൻ ഉണ്ടല്ലോ. അതിപ്പോൾ പണ്ട് തൊട്ടേ നമ്മൾ അമേരിക്കൻ സൂപ്പർ ഹീറോ പടങ്ങളാണ് കാണുന്നത്. പിന്നെ നമ്മുടെ നാട്ടിൽ മിന്നൽ മുരളിയും അങ്ങനെയുള്ള കുറച്ച് സിനിമകളൊക്കെ വന്നു. അപ്പോൾ പിന്നീട് ഇപ്പോൾ നോക്കാം, ബോയ്സ് പോലെയൊക്കെയുള്ള സീരീസ് ഉണ്ടല്ലോ, സൂപ്പർ ഹീറോസിനെ ആൻറ്റി ലെവലിൽ അവതരിപ്പിക്കുന്ന സീരീസ് ഉണ്ട്. അപ്പോൾ സൂപ്പർ ഹീറോസിൽ തന്നെ നമ്മൾ പുതിയ കുറേ എക്സ്പെരിമെൻറ്റുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വന്ന് സൂപ്പർമാൻ ആണെങ്കിലും അതിനകത്ത് ഭയങ്കര രസമായിട്ട് വേറൊരു പൊളിറ്റിക്സ് ഒക്കെ പറയുന്ന സൂപ്പർ ഹീറോ പടങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ലോകനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന എന്ത് കൈൻഡ് ഓഫ് സൂപ്പർ ഹീറോനെയാണ് ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സൂപ്പർ ഹീറോ എക്സ്പീരിയൻസ് അതുകൊണ്ട് ഒരു പുതിയ അറ്റംപ്റ്റ് ആണ് മലയാളത്തില്. അതെന്താണെന്ന് കാണുമ്പോ ഉണ്ടാവുന്ന ഒരു, ഞാൻ പറഞ്ഞു കഴിഞ്ഞു നമ്മളും മുമ്പ് കേട്ടിട്ടുള്ള പല ഇതും എന്താ ഞാൻ എല്ലാം എക്സൈറ്റ്മെന്റിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ട സൂപ്പർ ഹീറോ ഫിലിംസ്, ആക്ച്വലി സൂപ്പർ ഹീറോ മൂവീസിന്റെ ആരാധകരാണോ? മാർവൽ DC ഫാൻസ് ഒക്കെ ആണോ? മാർവൽ ആണോ DC ആണോ? അങ്ങനെ ഉണ്ടോ? മാർവൽ മൂവീസ് ആണ് കൂടുതൽ കണ്ടിട്ടുള്ളത്. നിങ്ങൾക്ക് മാർവൽ മൂവീസ് കാണാറുണ്ട്, പക്ഷെ DC ആണ് ഇഷ്ടം. അത് ബാറ്റ്മാൻ ഉള്ളതുകൊണ്ട് മാത്രം. അല്ലാതെ എനിക്ക് മാർവൽ ഇഷ്ടമാണ്. നമ്മുടെ കുട്ടിക്കാലം എനിക്ക് DC ക്രിയേഷൻ മൂവീസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജാക്ക് സ്നൈഡറിന്റെ ഒക്കെ മൂവീസ് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ നസ്ലനെ പൊതുവെ കാണുന്നത് ഇപ്പൊ വരുന്ന നെക്സ്റ്റ് ജനറേഷനിലെ ഒരു സ്റ്റാർ ആക്ടർ എന്നുള്ള വാല്യൂ അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് കാണുന്നത്. പക്ഷെ എപ്പോഴും പറയും, ഇനി പുതിയ ജനറേഷനിൽ അങ്ങനെ സ്റ്റാർ ആയിരിക്കില്ല,
അഭിനേതാക്കൾ എന്നുള്ള രീതിയിലാണ് വരിക എന്ന് പറയും. പക്ഷെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം തോന്നിയത്, അങ്ങനെ ഒരു സ്റ്റാർ ആയിട്ട് നസ്ലിനായിട്ട് പ്രൊജക്ട് ചെയ്തില്ലെങ്കിലും ഇപ്പോൾ മീഡിയ ആണെങ്കിലും ബാക്കി എല്ലാവരും പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആലപ്പുഴ ജിങ്കാന വരുന്നത്. അപ്പം ആലപ്പുഴ ജിങ്കാനയിൽ നസ്ലനാണ് അതിൻ്റെ ഒരു ജോജോ ആയിട്ട് കേന്ദ്ര കഥാപാത്രമായിട്ട് നിൽക്കുന്നെങ്കിലും അതൊരു അണ്ടർ പ്ലേ ചെയ്യുന്ന ക്യാരക്ടറാണ്. എന്താ ബാക്കി എല്ലാവരെയും ലാസ്റ്റ് അതൊരു എന്താ പറയുക മാനേജർ റോളിൽ വരുന്ന, ഈവൻ പഞ്ച് സീൻസ് വരുന്നതിലും ഒക്കെ ബാക്കിയുള്ള ആൾക്കാർക്കാണ്. ഇപ്പം ഈ ലോകയിലേക്ക് വരുന്ന സമയത്തും ഒരു വുമൺ സൂപ്പർ ഹീറോ എന്നുള്ള ടൈറ്റിലാണ് ആ മൂവി വരുന്നത്. ഇപ്പം നമ്മൾ പോസ്റ്ററിലെ പ്ലേസ്മെൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാലൊക്കെ നമുക്കത് കാണാം. അപ്പോൾ എങ്ങനെ അങ്ങനെ അണ്ടർ പ്ലേ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് തിരഞ്ഞെടുക്കാൻ ഓക്കെ ആവുന്നതെന്ന് അറിയാൻ, അല്ലെങ്കിൽ ആ ഒരു വ്യൂ പോയിന്റ് എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഇത് ഓക്കെ ആവുന്നത് എനിക്കിപ്പോ ജിങ്കാനയുടെ കാര്യത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിന്റെ കഥ കേട്ടിട്ട് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും പുതിയതായിട്ടും തോന്നിയത് ആ ഒരു നെറേറ്റീവ് സ്റ്റൈലാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ റിയൽ ലൈഫ് നമ്മൾ ആരും 3 മാസം കൊണ്ട് സ്റ്റേറ്റ് ലെവൽ ബോക്സിംഗ് കപ്പ് അടിക്കില്ല. സ്റ്റേറ്റ് ലെവൽ പോയിട്ട് ജില്ല പോലും അതപ്പോ എനിക്ക് തോൽക്കുന്ന നായകനാണ്. അത് ഇൻ റിയാലിറ്റി അത് അങ്ങനെയാണ്. അപ്പോൾ ഒരു ക്ലീഷേ ബ്രേക്കിങ്ങിന്റെ ഭാഗമായിട്ട് അത് റഹ്മാൻകാട് നെറേറ്റീവ് അങ്ങനെയായിരുന്നു. എനിക്കത് ഇപ്പോഴും എനിക്ക് തിയേറ്ററിൽ കണ്ടപ്പോൾ അത് ഇഷ്ടമാണ്. ആ ഒരു പടവും എനിക്കതിൻ്റെ ആ ഒരു പാറ്റേണിൽ പോയതും എനിക്ക് ഇഷ്ടമാണ്. ജിങ്കാന അതേപോലെ ഒരുപാട് നല്ല മാറ്റങ്ങൾ എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. പേഴ്സണൽ ലൈഫ് ഒരു വർക്കൗട്ട് റെഗുലർ ആവുക, ഒരു ഡിസിപ്ലിൻഡ് ആയിരിക്കുക. ഒരുപാട് സ്പോർട്സ് ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഞാൻ ആ സമയത്ത്, ട്രെയിനിങ്ങിന്റെ സമയത്ത്. ബോക്സേഴ്സ് ആണെങ്കിലും ഒരുപാട് അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇവരെല്ലാം ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള, അവരുടെ എല്ലാം സ്കില്ല് ചിലപ്പോൾ ഒരു പഞ്ചിന് ചിലപ്പോൾ ഭയങ്കര സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവര് പുറത്ത് അവരെ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയും അതെല്ലാം നമുക്ക് പുതിയ പുതിയ പാഠം ഒക്കെ ആയിരുന്നു. പിന്നെ അതിന്റെ ഭാഗമായിട്ട് ട്രെയിൻ ചെയ്യുക എന്നുള്ളത് അതെല്ലാം ഒരു ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമായിട്ട് കിട്ടി ആ പടത്തിന് ശേഷം. അപ്പോൾ എല്ലാം കൊണ്ടും ജിങ്കാന എനിക്ക് ഇപ്പോഴും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള തീർച്ചയായിട്ടും. ഈ ലോകയിലാണെങ്കിലും എനിക്ക് ഒരിക്കലും എന്റെ തല എന്റെ ഫുൾ അതൊരു ഗുണമാണല്ലോ. അപ്പോ ഇതിൽ ഞാൻ ഇതുവരെ ചെയ്യാത്ത ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥയാണ്. മൊത്തം ഇതിന്റെ സ്കേപ്പ് ഭയങ്കര വലുതാണ്. അപ്പോൾ ഒരു പുതിയ അറ്റംപ്റ്റിന്റെ ഭാഗമാവുക എന്നുള്ളത് എനിക്ക് ഒരു താല്പര്യമുള്ള കാര്യമായിരുന്നു. ഇത് കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഒരു പാർട്ടായാൽ കൊള്ളാം എന്നുള്ള. അപ്പോൾ അത് അങ്ങനെയാണ് ഇതിലേക്കും ഓരോ പടങ്ങളും ഇപ്പൊ എനിക്ക് നായകൻ മാത്രം ചെയ്യണം അങ്ങനെയൊന്നുമില്ല. നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ്. നമ്മൾ മഞ്ഞുമൽ ബോയ്സിലാണ് ഈ ഒരു സുഹൃത്തുക്കളെ രണ്ടുപേരെ കണ്ടത്. ഇപ്പൊ നിങ്ങൾ വീണ്ടും വരാണ്, പക്ഷെ നിങ്ങളുടെ ഭാവം മാറി കെട്ടും മട്ടും മൊത്തം മാറിയിട്ട് ഉള്ളൊരു രീതിയിലാണ് വരുന്നത്. പിന്നെ അതിനകത്ത് കുറച്ച് സട്ടിലായിട്ടുള്ള ക്യാരക്ടേഴ്സ്, പക്ഷെ ഇതിനകത്ത് പോസ്റ്റർ കാണുമ്പോൾ എനിക്ക് ആക്ച്വലി പെട്ടെന്ന് പോസ്റ്ററിൽ കണ്ട സമയത്ത് അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾ രണ്ടുപേരും മഞ്ഞുമൽ ബോയ്സിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് പെട്ടെന്ന് ഓർമ്മയിലേ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നോക്കിയപ്പോഴാണ് ഓക്കെ ഇവർ രണ്ടുപേരും തന്നെയാണല്ലോ അതിനകത്തുണ്ടായിരുന്നു എന്ന് വന്ന്. നിങ്ങളുടെ രണ്ടുപേരെയും ഈ ലോകേന്റെ മഞ്ഞുമൽ ബോയ്സിനൊക്കെ മുൻപ് ഇതിന്റെ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ അത് അതിന് ശേഷമാണ് വരുന്നത്? ഏറ്റവും ലാസ്റ്റ് ലോകയുടെ കഥ കേൾക്കുന്നത് ഞാനാണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും തന്നെ ഒരു രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. കാസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അരുൺ ചേട്ടനായിട്ട് ഞങ്ങളെല്ലാം 2019 ഒരു ചെറിയൊരു വെബ് സീരീസ് പോലെ ചെയ്തിരുന്നു യൂട്യൂബിൽ. അങ്ങനെ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഫ്രണ്ട്സാണ്, കൊളീഗ്സാണ്, അങ്ങനെ അറിയാം. അപ്പോൾ എനിക്ക് ഇതിൻ്റെ വൺ ലൈൻ ഒരു കോൺസെപ്റ്റ് അരിഞ്ഞിട്ട് എഴുതിയത് 2021 ഐഡിയ വന്നപ്പോൾ അപ്പം മോനെ കഥ അറിയാം. അപ്പോൾ ഒന്നും നമ്മൾ ഇല്ലായിരുന്നു. ജസ്റ്റ് സ്റ്റോറി സ്ക്രാച്ച് വേർഷൻ നമുക്കറിയാമായിരുന്നു. കഥാപരമായി എന്താണെന്ന് സംഭവം മനസ്സിലായിരുന്നു. പിന്നെ ചന്തുവിനെ ഏറ്റവും എന്താ പറയുക, റീസെൻ്റ്ലി ആണ് ചന്തുവിൻ്റെ അടുത്ത് കഥ പറയുന്നത്. അതെ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും 3 വർഷമായിട്ട് ഒരുമിച്ച് ഇപ്പം മഞ്ഞുമലി തുടങ്ങിയ ഒരു ജേണിയാണ്. ഞാൻ വേറെ പടം ചെയ്തിട്ടില്ല. മഞ്ഞുമലി കഴിഞ്ഞത് നടുക്കൊരു തമിഴ് പടം ചെയ്തു, ചെറിയ പരിപാടി. പക്ഷേ കൂടുതലും
ഒരുമിച്ചാണ് ഒരുമിച്ചാണ്. പടമൊക്കെ ചെയ്തിടയിൽ പോയിട്ട് എന്നിട്ട് ഞാൻ വേറെ എന്നിട്ട് പടം അതിന്റെ ചെയ്തു. hype ഓർക്കാൻ വേണ്ടി ചെറിയ പരിപാടി. ചെറിയ പരിപാടി. അത് ഇറങ്ങിപ്പോയി, ആരും അറിയില്ല. ഇറങ്ങിയായിരുന്നു. സോറി. ഹർട്ടാക്കി കളഞ്ഞു അത്. എന്നിട്ട് എന്താ പറയാ, അപ്പൊ ഞങ്ങളുടെ ജേണി ഒന്നുപോലെ ഞങ്ങളിപ്പോ 3 വർഷമായിട്ട് ഒരുമിച്ച പോയി മുനുമായി അങ്ങനെ അങ്ങനെ അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇപ്പം ലോകേനെ പറ്റിയിട്ട് ആക്ച്വലി നിങ്ങൾ എന്താ നിങ്ങൾക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം? ഇപ്പൊ നിങ്ങളുടെ ക്യാരക്ടേഴ്സിനെ പറ്റിയിട്ട് കുറച്ചെങ്കിലൊക്കെ പറയാമോ? അരുൺ ചേട്ടനാണ് ഡയറക്ട് ചെയ്യുന്നത്. അതിന് ഞാൻ പോസ്റ്റർ അല്ല മതി. ആ വിവരം അത് വേണ്ട, ആ വിവരം വേണ്ട. വേണ്ട. പോസ്റ്ററിൽ എഴുതിയിട്ടുള്ള ജേക്സ് വിജയാണ് സംഗീതം, അത്തരം കാര്യങ്ങളെല്ലാം ഞാനും വായിച്ചു പഠിച്ചു. അത് വേണ്ട. ഒരു സൂപ്പർ ഹീറോ ഫിലിമാണ്. അല്ല, അരുൺ ചേട്ടൻ ആദ്യം ചെയ്ത ഇതിനു മുമ്പ് ഒരു പടം ചെയ്തിട്ടുണ്ട്, തരംഗം എന്ന് പറഞ്ഞ. അപ്പൊ പുള്ളിയുടെ ആ സിനിമ വെച്ച് നോക്കുമ്പോ ഡിഫറെന്റ് ആയിട്ടുള്ള ആരും അറ്റംപ്റ്റ് ചെയ്യാത്തൊരു പടമായിരിക്കും ഇത്. അപ്പൊ അത് കാണുമ്പോ എന്തായാലും ഒരു രണ്ടാമത്തെ ഒരു ഡയറക്ടറിന്റെ രണ്ടാമത്തെ മൂവി തന്നെ ഇങ്ങനത്തെ ഒരു സാധനം പുൾ ഓഫ് ചെയ്യുക എന്നുള്ളത് അത് ഭയങ്കര കഴിവുള്ള ഒരാളാണ് ചേട്ടൻ. മാത്രമല്ല നിമിഷ് അവരുടെ കോംബോ ഭയങ്കര അത് ഭയങ്കര എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഡയറക്ടർ മിഷനും ക്യാമറ പേഴ്സന്റെ നിമിഷ് ദേവിയും അവര് തമ്മിലുള്ള റാപ്പോ അതുകൊണ്ടാണ് ഈ പടം ഇത്രയും ഭയങ്കര ഒരു എന്താ പോസിറ്റീവ്. ഇപ്പൊ ആൾക്കാർ കണ്ടിട്ടാണെങ്കിലും ടീസർ ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഒരു പുതുമ തോന്നുന്നു എന്നൊക്കെ പറയുന്നത്. റിപ്പീറ്റ് വാല്യൂ ഉള്ള ടീസർ ആയിരുന്നു. ലൈക് ടീസർ തന്നെ നമുക്ക് പിന്നെയും കാണാൻ തോന്നും, ഡീറ്റെയിൽസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. സോക്കിരായാലും മമ്മൂട്ടി പറയില്ലോ, നമുക്കല്ലേ പറഞ്ഞ ഇവൻ സൂര്യ ഞങ്ങൾ രണ്ടല്ല ഒന്നാന്ന് പറയില്ലേ, അതുപോലെയാണ് അവര് എപ്പോഴും വല്ലാത്തൊരു അതാ അങ്ങനെ അവരുടെ സ്റ്റൈൽ ഓഫ് വർക്കിംഗ് അങ്ങനെ കറക്റ്റ് ഭയങ്കര ഒരു ഇപ്പൊ നമ്മളെന്തെങ്കിലും ഡൊമിനിക്കേണ്ടത് എന്തെങ്കിലും ചോദിച്ചാൽ നിമിഷ് അതിനുള്ള ആൻസർ നിമിഷ് എടുത്തുണ്ടാവും. നിമിഷ് എടുത്തെന്ന് ചോദിച്ചാൽ ഡൊമിനിക്കേണ്ടതും അതിനുള്ള കറക്റ്റ് നിമിഷിന് പറയാൻ പറ്റിയില്ലെങ്കിൽ പെട്ടെന്ന് ഡൊമിനിക്കേണ്ടത് പറയും. കാരണം അവർ തമ്മിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. അത് ഈ പടത്തിന്റെ ഒരു സെറ്റിംഗ് അല്ലെങ്കിൽ സ്കേപ്പ് ഇച്ചിരി ഡിഫറെന്റ് ആണ്. നമ്മള് മലയാളം സിനിമയിൽ അങ്ങനെ അത് പൊങ്ങച്ചും പറയുന്നില്ല, പക്ഷെ അതിന്റെ അധികം പരീക്ഷിക്കാത്ത. അപ്പൊ നമ്മൾ ആദ്യം ഇത് വായിക്കുമ്പോൾ നല്ല എക്സൈറ്റിംഗ് സ്റ്റോറിയാണ്. ഇങ്ങനത്തെ സെറ്റിംഗ് ആണ് ഇതിന്റെ ചാലഞ്ച്. അപ്പൊ അങ്ങനത്തെ ഒരു ഡയറക്ടറും DOP അങ്ങനെ റാപ്പ് വേണം. ഓൾസോ എഡിറ്റർ ചാമനും അവർ ആ ടെക്നിക്കൽ ക്രൂ അത്രയും ചെല്ലെങ്കിലേ ഈ പ്രൊഡക്റ്റ് നല്ല. ബംഗ്ലാൻ ചേട്ടൻ ഓൾസോ എല്ലാവരും സൗണ്ട് ആണെങ്കിലും എല്ലാവരും. വിവേകാനന്ദത്തിന്റെ കാസ്റ്റിംഗ് നമ്മളെ കാസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിനോട് പ്രത്യേകം പറഞ്ഞില്ലെങ്കിൽ വിഷമം. അല്ല പ്രത്യേകം അത് മാത്രമല്ല, പുള്ളി കുറെ നല്ല ഇൻട്രസ്റ്റിംഗ് ആക്ടേഴ്സ് ഫേസസ് നമ്മുടെ സിനിമയിലുണ്ട്. ഇനി നമുക്ക് ഒരുപാട് ന്യൂ ടാലന്റ്. ഞാൻ സിനിമയിലേക്ക് വരുന്ന ശരിക്കും ഇങ്ങനെ ഒരു ഹായ് കാണിച്ചതാ വിവേകാനന്ദത്തിന്. കണ്ണിലുടക്കി ഈവൻ കാസ്റ്റിംഗ് ഡയറക്ടർ ആണെന്ന്. അല്ല, എനിക്കെന്താ അറിയാം, വിവേകയുടെ മഞ്ഞുമല അഭിനയിച്ചിട്ടുണ്ട്. വിവേകയുടെ മഞ്ഞുമല അഭിനയിച്ചിട്ടുണ്ട്. കണ്ടു കാണാൻ വഴിയില്ല. കുര്യന്റെ ട്വിൻ ബ്രദർ ആയിട്ട് അഭിനയിച്ചത് വിവേകേട്ടനാ. അത് റിയൽ ലൈഫിൽ അങ്ങനെ ബ്രദേഴ്സ് ഉണ്ട് മഞ്ഞുമൽ. അപ്പൊ വിവേകനോട് എനിക്ക് പരിചയമുണ്ട്. അപ്പൊ ഞാൻ ഈ അടുത്തൊരു വാഴയെന്ന് പറഞ്ഞൊരു തമിഴ് പടം ഉണ്ടായിരുന്നു. വാഴയുടെ പ്രീമിയറിന് പോയപ്പോ വിവേകേട്ടനോട് ഉണ്ടായിരുന്നു. അപ്പൊ വിവേകേട്ടൻ ഇങ്ങനെ എന്നെ കണ്ടപ്പോ മൈൻഡ് ചെയ്യാൻ അങ്ങനെ അവിടെ നടക്കുക. ഞാൻ ചെയ്യണമെന്ന് ചാടാണിക്കില്ല, അല്ലെങ്കിൽ അറിയാവുന്നതാണ്. പുള്ളി വിചാരിച്ചു ഞാൻ പുള്ളിനെ മൈൻഡ് ചെയ്യില്ലാണ്. ഞാൻ വിചാരിച്ചു പുള്ളി എന്നെ മൈൻഡ് ചെയ്യില്ല. അപ്പൊ അങ്ങനെ പുള്ളിയെ ഞാൻ പടം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഞാനിങ്ങനെ വിവേകേട്ടാ എന്നെ കൈ കാണിച്ച് വിവേകേട്ട അല്ല ഞാൻ വിളിച്ചു നിനക്ക് എന്നെ മനസ്സിലാവില്ലായിരിക്കുന്നു. നമ്മള് കമ്പനിക്കാരല്ലേ, അവൻ മനസ്സിലാവാത്ത. അപ്പൊ ഇവർക്ക് വേണുവിനെ ഫിക്സ് ചെയ്യാൻ പറ്റാതിരിക്കുവായിരുന്നു ഈ ക്യാരക്ടറിനെ. അപ്പൊ വിവേകേട്ടൻ ഡൊമിനിക്കാരനോട് ചോദിച്ചു ഇങ്ങനെ ചന്തു എങ്ങനെയുണ്ടാവും ചോദിച്ചു. അങ്ങനെ ഡൊമിനിക്കാരൻ്റെ അടുത്ത് വന്ന് കഥ പറഞ്ഞു. ഡൊമിനിക്കാരൻ്റെ നിമിഷം കൂടെ വന്ന കഥ പറഞ്ഞു. അപ്പൊ തന്നെ ഞങ്ങള് വൈബ് സെറ്റായി. ഫിക്സ് ചെയ്തു ഞാൻ തന്നെ മതി എന്നുള്ള. ഈ പൈസ കൊടുക്കാം. നിങ്ങൾക്ക് ഏതെങ്കിലും സിനിമയിൽ കയറാൻ ആഗ്രഹം പോവേണ്ട വഴി കൈ കാണിക്കുക, മാന്യമായിട്ട് ആൾക്കാരുടെ പെരുമാറും. അതാണ് എനിക്ക് തരാനുള്ള ഉപദേശം. ഇപ്പൊ വേണു ആണ് ഇവിടുത്തെ ക്യാരക്ടർ. നൈജൽ എന്ന് പറയും ക്യാരക്ടറിന്റെ പേര്. നൈജൽ. ഓക്കെ. സണ്ണി. അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ എല്ലാം കാണാനുള്ളതല്ലേ? ബാക്കി നിങ്ങളുടെ പ്രൊഫഷൻ ഒക്കെ ഉണ്ടോ? പണിക്ക് പോകുന്ന ആൾക്കാരാണോ സിനിമയിൽ? ജസ്റ്റ് കോളേജ് കഴിഞ്ഞ് ഇങ്ങനെ ഒരു സിറ്റിയിൽ ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ്.
ഓക്കെ. ഞാൻ ഡോക്ടർ അല്ലേ? ഡോക്ടർ. നിങ്ങൾ നേരത്തെ ഹയർ സ്റ്റഡീസിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തോറ്റിരിക്കുന്നടുത്ത് MBBS പാസ്സാവാത്തൊരു ഡോക്ടർ, പിന്നെ ഒരു പഠിക്കാൻ പോവാത്തൊരു കഴിച്ചു. എനിക്ക് മറ്റേ കോളേജ് അഡ്മിഷൻ അങ്ങനെ അത്യാവശ്യം പൈസയുള്ള വീട്ടില് ചുമ്മാ ബാക്ക് സ്റ്റോറി സ്വന്തമായിട്ട് ഞങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ട്. ക്രെഡിറ്റ് കാർഡ് എനിക്ക് സിനിമയിൽ ക്രെഡിറ്റ് കാർഡൊക്കെ ഉണ്ട്. അതൊക്കെ ആദ്യത്തെ അനുഭവമായിരുന്നു എനിക്ക്. സാധാരണ ഏതെങ്കിലും ഒരു പാവപ്പെട്ട വീട്ടിലെ പയ്യൻ ഒരു ഡ്രസ്സ് അതൊക്കെ ഉള്ള എനിക്ക് സിനിമയില്. അത് പിന്നെ ഒരു സാധാ ടീഷർട്ട് അങ്ങനത്തെ പരിപാടിയായിരുന്നു. ഇതിലാണ് പറഞ്ഞത് സെറ്റ് ആണല്ലോ. ഇതില് ഫുള്ള് സെറ്റപ്പ് ഹുഡി ഒക്കെ ഇട്ടിട്ട്. അത് ആദ്യത്തെ അനുഭവമായിരുന്നു എനിക്ക്. ഇതൊക്കെ സെറ്റില് നമ്മൾക്ക് സ്വകാര്യം പറഞ്ഞത്. സ്വകാര്യ മൈക്ക് ഇവിടെ വെച്ചിട്ട് ജീവിത രഹസ്യങ്ങളൊന്നും പറയരുത് guys. കണ്ടുപിടിക്കണം ഡീകോഡ് ഇട്ടത്. കേട്ടോ കഴിഞ്ഞിട്ടില്ല. എല്ലാവരുടെയും കോസ്റ്റ്യൂമും ഈ പറഞ്ഞ പോലെ എടുത്തു പറയണ്ട കേട്ടോ. മെൽവിനാണ് ചെയ്തത്. പ്രമേയുഗം ഒക്കെ ചെയ്തില്ലേ? മെൽവിൻ. പിന്നെ ഇതിന്റെ കൽക്കിന്റെ അത് അർച്ചന റാവു അല്ലേ? കല്യാണിയുടെ ഈ കോസ്റ്റ്യൂം അല്ലേ? നേരത്തെ അണിയറ പ്രവർത്തകരെ മുഴുവൻ പറഞ്ഞു. അപ്പൊ അതിനകത്ത് പ്രധാന ഒരു അണിയറ പ്രവർത്തകനായിട്ടുള്ള ദുൽഖർ സൽമാനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അദ്ദേഹമാണ് നമ്മുടെ ഈ പടം ഇത്രയും സപ്പോർട്ട് ഉണ്ടാവും. ലാസ്റ്റ് അതാണ് ഈ പടത്തിന്റെ മെയിൻ ബാക്ക് ബോൺ. അല്ല, ഇപ്പം ഒരു നിർമ്മാതാവ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് ഇപ്പൊ പല രീതിയിലുള്ള നിർമ്മാതാക്കൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ദുൽഖർ സൽമാനെ നമുക്ക് പരിചയം ആസ് ആൻ ആക്ടർ ആണ്. ഇപ്പൊ ആള് പക്ഷെ നല്ല നല്ല ഇപ്പൊ കാന്തയിലും ഉണ്ട്, ഒരുപാട് നല്ല സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തത്. പിന്നെ ആളുടെ ഒരു വേഫ്രണ്ട് നോക്കുകയാണെങ്കിൽ ഇപ്പൊ സെല്യൂട്ട് പോലെയുള്ള പടങ്ങളുണ്ട്, കൊത്ത പോലെയുള്ള സിനിമകളുണ്ട്, പല ഓണറിലുള്ള രസകരമായിട്ടുള്ള കുറെ സിനിമകൾ ഇപ്പം സൂഫ്രം സോ ഒക്കെ ഇവിടെ വിതരണത്തിന് എടുക്കുന്നുണ്ട്. നല്ല നല്ല സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ബ്രാൻഡ് വാല്യൂ ഉള്ള ആ പേര് ഭയങ്കര ഒരു ബ്രാൻഡായിട്ട് നിൽക്കുന്ന ഒരു അല്ല. ബട്ട് ആസ് എ ഇപ്പൊ എന്താ പറയാ, നിങ്ങൾ അല്ലാത്ത സ്പേസസിലൊക്കെ നിങ്ങൾ ദുൽഖർ സൽമാനെ തീർച്ചയായിട്ടും കണ്ടിട്ടുണ്ടാവും, സംസാരിച്ചിട്ടുണ്ടാവും. നിർമ്മാതാവ് എന്നുള്ള രീതിക്ക് വരുമ്പോൾ അത്രയും കോൺവെർസേഷൻസ് ഉണ്ടായിരുന്നോ? മൂപ്പര് എങ്ങനെ ഡീൽ ചെയ്യുന്നതെന്ന് അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടാവും. അല്ല, പക്ഷെ ഈ പടം ഗ്രീൻ ലൈറ്റ് ചെയ്യാൻ ഡിക്യുവിന്റെ ഒരു സ്റ്റെപ്പ് ഉണ്ടല്ലോ. അത് ഇങ്ങനത്തെ ഒരു പറഞ്ഞ പോലെ ഒരു പുതിയ അറ്റംപ്റ്റ് ആണല്ലോ. അപ്പം ഡിക്യുവിനെ പോലെ പ്രൊഡ്യൂസർ നമ്മളുണ്ട്, അതിനെ വില്ലിങ് ആവുക എന്നുള്ളത് ഭയങ്കര ഒരു കാര്യമാണ്. ഒരു ചാലഞ്ച് ആണ്, ഒരു പുതിയ ടൈപ്പ് എക്സ്പെരിമെന്റ് ആണ്. അപ്പോൾ അതിനുള്ള വില്ലിംഗ് ആയിട്ടുള്ള പ്രൊഡ്യൂസറാണ്. പിന്നെ മമ്മൂക്ക അദ്ദേഹം നിങ്ങളുടെ സെറ്റിൽ വന്നിട്ടുണ്ട്. അതാണ് ആക്ച്വലി ഇതിന്റെ ഒരു പൂജയ്ക്കൊക്കെ ശേഷം വരുന്ന ഒരു ഫോട്ടോ. തുടങ്ങി ഒരു രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം അത് പ്രേമലു ഒക്കെ നല്ല അതിന്റെ ആ വെയിവ് നിൽക്കുന്ന ഒരു സമയത്തല്ലേ കഴിഞ്ഞ സെപ്റ്റംബറിൽ സെപ്റ്റംബർ ലാസ്റ്റ് ഇയർ സെപ്റ്റംബർ. ഈ സെറ്റിലേക്കും ഇപ്പം മമ്മൂട്ടി വരാന്ന് പറയുന്നത് ഒരു ലൈക്ക് എല്ലാവർക്കും ഒരു പെട്ടെന്ന് ഒരു സാധനമായിരിക്കും. വരുന്നതിന് മുമ്പ് തന്നെ എന്താ അറിയായിരുന്നു നമുക്കിപ്പോ ഇതില് മറ്റേ കാരവാനിൽ ഇങ്ങനെ പേടിച്ച് ഇരിക്കുകയായിരുന്നു. എക്സൈറ്റ്മെന്റും ഞാൻ ആദ്യമായിട്ട് കണ്ടത്. പിന്നെ അങ്ങനല്ല, എനിക്ക് ബാക്കിയുള്ള ആൾക്കാരെക്കാളും കൂടുതൽ കുറച്ച് കംഫർട്ടബിൾ പുള്ളിയാണ്. എനിക്ക് എല്ലാവരും സംസാരിക്കാൻ പറ്റില്ല. അപ്പൊ ലാലേട്ടൻ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പുള്ളിയുടെ അടുത്ത് പോയി സംസാരിക്കില്ല. ഞാൻ ജീവിതത്തിൽ കണ്ടല്ലോ പുള്ളിനെ. അപ്പൊ പുള്ളിയുടെ അടുത്തൊക്കെ പോയിട്ട് സംസാരിക്കാന്ന് വെച്ചാൽ ഇപ്പൊ ദുൽഖർ ആണെങ്കിലും എനിക്ക് പോയിട്ട് അങ്ങോട്ട് സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ അങ്ങോട്ട് പോയിട്ട് ഹായ് ഇക്ക അതെന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി അവിടെ വെക്കില്ല. ഞാൻ അവിടെ മാറിക്കോളൂ. പക്ഷെ മമ്മൂക്കാണെങ്കിൽ എനിക്ക് പോകാൻ പറ്റും. എനിക്ക് അങ്ങനെ പോകാൻ പറ്റുന്ന എനിക്ക് മമ്മൂക്ക, ടോവി, ഇത്ര ആൾക്കാരുടെ അടുത്താണ് എനിക്ക് പോകാൻ പറ്റുന്നത്. എവിടെയാണോ കൊണ്ടിട്ട് നീ പൊക്കിക്കോ. പക്ഷെ അല്ല, പിന്നെ ഈ സിനിമയില് ഇപ്പം ആക്ഷൻ സീൻസ് ഒക്കെ ഒരുപാട് വരുന്ന ഒരു പടമാണോ? അത് പറയാൻ പറ്റുന്ന നിങ്ങൾക്ക് തന്നെ ചെറിയ പോർഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ലൈക് പ്രത്യേക ട്രെയിനിങ് അങ്ങനത്തെ സംഭവങ്ങൾ പഠിക്കുക എന്നുള്ളത്. കല്യാണി ഇതെല്ലാം ചെയ്യും. ഞങ്ങൾ ഫുൾ സപ്പോർട്ടില് കൂടെ നിന്നുകൊണ്ട് കമോൺ കല്യാണി ആ മൂടായിരുന്നു ഞങ്ങള് കേറി അടിച്ചേക്ക്. ഞങ്ങളിവിടെ നിൽക്കാന്നില്ലേ?
പൊളിക്ക് അടിച്ച് പൊളിക്ക്. അല്ല കല്യാണിക്ക് നല്ല പോലെ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. ആക്ഷൻ ചില സ്റ്റിൽസ് വന്നിട്ടുണ്ടായിരുന്നല്ലോ ആള് പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ. അത് ഇത് കഴിഞ്ഞിട്ടുള്ള കേട്ടോ, അത് ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ ആയിരുന്നു അത്. മറ്റേ ജോഫിൽ കോച്ചിന്റെ അടുത്തുള്ളത്. അല്ല അതിന് മുമ്പ് ട്രെയിനിങ് എടുത്തിട്ടുണ്ട്. ആ ഫോട്ടോന്റെ കാര്യം പറഞ്ഞു. ട്രെയിനിങ് വല്ല ഭയങ്കര അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇപ്പം പൂക്കാലത്തിന്റെ ഒരു അവാർഡൊക്കെ വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ എസ്പെഷ്യലി പൂക്കാലത്തിന്റെ ഒരു പാർട്ടായിരുന്നുള്ള ആളെന്നുള്ള എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ വിജയരാഘവൻ ഒരു അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഇതാണ്. പിന്നെ അതേ എസ്പെഷ്യലി എന്താ വെച്ചാൽ കുറേ സീരീസ് ഓഫ് സിനിമകൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് രസമുള്ള പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കാം. അതിൽ ഭയങ്കര രസമായിരുന്നു തന്നെ. നമ്മളിപ്പോ ഒരു വൃദ്ധനെ കുറെ സിനിമകളിൽ ആളിച്ചിരി വയസ്സായ ആൾക്കാരാണ്, പക്ഷെ ഇപ്പം കിഷ്കിന്താകാണ്ഡത്തിലെ ആളല്ല റൈഫിൾ ക്ലബില്, അതിനൊന്നും ആളല്ല പൂക്കാലത്തില്. അപ്പം ആളോട് സംസാരിക്കുന്ന സമയത്ത് ആള് ഈ ആക്ടിങ് എങ്ങനെയാണ് ഓരോ ക്യാരക്ടറിനെയും പിടിക്കുന്നതെന്നൊക്കെ ഒരു ഇന്റർവ്യൂവിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ആളുടെ കൂടെ സിനിമയിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പം ലൈക്ക് അദ്ദേഹം എങ്ങനെയാണ് ആ ക്യാരക്ടറിനെ പിടിക്കുന്നതെന്നൊക്കെ അടുത്ത് നിന്നിട്ട് കാണാനും മനസ്സിലാക്കാനൊക്കെ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? പൂക്കാലത്തില് കുട്ടിയുടെ ഒരു 3.5 മണിക്കൂറോളം മേക്കപ്പ് തന്നെ ഉണ്ടായിരുന്നു പ്രോസസ്സ്. ഞങ്ങളുടെ കോൾ ടൈം ഒരു 9 മണിക്കാണ് ഷൂട്ടിങ്ങിൽ. കുട്ടിയുടെ ഒരു 4 മണിക്ക് വരും. എല്ലാ ദിവസവും ഇങ്ങനെയായിരുന്നു. നമ്മുടെ സ്കെഡ്യൂൾ 40 ദിവസത്തോളം ഷൂട്ട് ചെയ്ത പടമാണ്. പിന്നെ ആസ് എൻ ആക്ടർ എന്താ പറയുക, ഒന്നും പറയാനില്ല. ഞങ്ങളൊക്കെ പേഴ്സണലി ഭയങ്കര ഹാപ്പിയാണ്. ഞാനിപ്പോൾ ലേറ്റായി പോയെന്ന് പറഞ്ഞു, പക്ഷേ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. കുട്ടികൾ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് ചെയ്തൊരു ആക്ടർ. എനിക്ക് എൻ്റെ പേഴ്സണലി പുള്ളി ബെസ്റ്റ് ആക്ടർ കിട്ടണമെന്നായിരുന്നു എനിക്ക്. എൻ്റെ ഉള്ളിൽ അതിപ്പോ ഈ ഉള്ളൊഴുക്കിന്റെയും പൂക്കാലത്തിന്റെയും കാര്യത്തിൽ പറയുന്നുണ്ട്. ആണെങ്കിലും വിജയരാഘവനാണെങ്കിലും രണ്ടുപേരും അതിനകത്തുള്ള സെൻട്രൽ ക്യാരക്ടേഴ്സ് ആയിരുന്നു. പക്ഷെ നമ്മുടെ പെർസെപ്ഷൻ എപ്പോഴും ഇച്ചിരി യങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും നായകനോ നായികയോ. ഇവരെപ്പോഴും സഹതാരങ്ങളായിരിക്കും എന്നുള്ളൊരു തോന്നലിന്റെ പുറത്താണ് അവർക്ക് സഹനടിയും സഹനടനായി പോയത് എന്നുള്ളത്. ഉർവശി അത് എനിക്കത് കുട്ടികൾക്ക് 70s ആയെന്ന് തോന്നുന്നു. ലേറ്റ് 60s അല്ലെങ്കിൽ 70s. പക്ഷെ ആ സമയത്തും ഡയറ്റ് ചെയ്യുമായിരുന്നു. ഇച്ചിരി വണ്ണം ഒന്ന് കുറയ്ക്കാൻ ബേസിക്കലി ഒന്ന് ഈ പടത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ അടിപൊളിയാണ്. ഈ പടത്തിന് പ്രത്യേകം ഒരു പുള്ളി ഭയങ്കര കമ്മിറ്റ്മെന്റ് ആയിരുന്നു. നഖം വെളുത്തും അത് കുറേ നാൾ നഖം വെട്ടിയില്ല. ഒരു കുറേ അത് ഈ പ്രായത്തിൽ പുള്ളിക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ കാണൂല, എന്നാലും കമ്മിറ്റ്മെന്റ് കാരണം ഇത് കാണാൻ ഭയങ്കര എന്താ പറയുക ഇൻസ്പയറിംഗ് ആണ്. ഭയങ്കര ഹാപ്പിയാണ് ആസ് എ ടീം. കാരണം എൻ്റെ ഫസ്റ്റ് പടം ഡയറക്ട് ചെയ്ത ഗണേശന്റെ സെക്കൻഡ് പടമാണ് പൂക്കാലത്ത്. പേഴ്സണലി ഭയങ്കര എഡിറ്റിങ്ങിനും നിതിന്റെയും ഫസ്റ്റ് ഇൻഡിപെൻഡന്റ് ഫിലിമാണ്. അതായത് എഡിറ്റിങ്ങിനായിട്ട് രസം ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ വർഷം ആട്ടത്തിനാണല്ലോ കിട്ടിയത്. അതൊരു ഫസ്റ്റ് എഡിറ്റിംഗില് ഫസ്റ്റ് അല്ല മധുരത്തിന് ശേഷം വന്ന എഡിറ്ററുടെ ഫസ്റ്റ് പടമാണ്. അപ്പൊ അവന് ഫസ്റ്റ് പടത്തിന് നാഷണൽ അവാർഡ് കിട്ടുന്നത് ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പൊ തൊട്ട് മുമ്പ് വന്നുള്ള പടം ഈ പൈങ്കിളിയായിരുന്നു. അപ്പം പൈങ്കിളിന്റെ കാര്യത്തില് ലൈക്ക് ആ സിനിമ വരുന്നേക്കാൾ മുമ്പ് ഭയങ്കര ഒരു എസ്പെഷ്യലി ആ ക്രൂവിനെ വെച്ചിട്ട് ഇപ്പം ജിത്തു മാധവൻ അങ്ങനെയുള്ള ആളുകളൊക്കെ വരുന്ന സമയത്ത് ഭയങ്കര ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഓണർ ഏതാണെന്ന് ആക്ച്വലി അതിൽ വന്ന പാട്ടെന്നും മറ്റൊക്കെ ആളുകൾക്ക് അറിയാമായിരുന്നു. കുറച്ചൊരു എക്സെൻട്രിക് ആയിട്ടുള്ള പേരിലും ഉണ്ട്. പൈങ്കിളിയാണ് ആ സിനിമ. ഇച്ചിരി എക്സെൻട്രിക് ആയിട്ടായിരിക്കും, ഓവർ ദ ടോപ്പ് ആണ് ക്യാരക്ടേഴ്സ് എന്ന് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സിനിമ ഇറങ്ങിയതിന് ശേഷം അതിന് വന്ന വിമർശനത്തിൽ ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം പൈങ്കിളിക്ക് വന്ന റെസ്പോൺസസിനെ നിങ്ങൾ ആസ് എ ടീം പിന്നീട് വിലയിരുത്തിയിട്ടുണ്ടോ? അല്ല, എനിക്ക് തോന്നുന്നത് ആൾക്കാര് ഒരിക്കലും ഇഷ്ടപ്പെട്ടു കാണില്ല. അതുകൊണ്ടായിരിക്കും അക്സെപ്റ്റ് ചെയ്യാറുന്നത്. ഇഷ്ടപ്പെട്ട ആൾക്കാരുണ്ട്. എനിക്ക് ഒത്തിരി ഭയങ്കര വർക്കായിട്ടുള്ള സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സജിൻ ചേട്ടന്റെ പെർഫോമൻസ് ഭയങ്കര അടിപൊളിയായിരുന്നു. ഞാനത് സിനിമ കണ്ടിട്ടും സജിൻ ചേട്ടനോടും ഇവനോടൊക്കെ പറഞ്ഞത്. ആ മീറ്റർ പിടിക്കാൻ ശരിക്കും ഭയങ്കര പ്രയാസമാണല്ലേ. സജിൻ ചേട്ടനെ എനിക്ക് ഭയങ്കര ആ സമയത്താണ് ഞാൻ പൊന്മാനും കാണുന്നത്. ഈ 2 പടങ്ങളിലും കാണുന്ന ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പൊ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ഒരു എക്സ്പെരിമെന്റ്, ഒരു അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പോൾ ഓഫ്കോഴ്സ് അവർ ആ റിസ്ക് എടുത്താന്ന് തോന്നുന്നു അവർ ചെയ്തത്. സജിന്റെ പെർഫോമൻസും മനുഷ്യരെയൊക്കെ ഞാനും പേഴ്സണലി മെസ്സേജ് അയച്ചു. ഭയങ്കര അത് എളുപ്പമല്ല ആ പരിപാടി ചെയ്യാൻ. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയന്റെ കാര്യം പറയുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അടുത്ത കാലത്തായിട്ട് സോഷ്യൽ മീഡിയ വളരെ ഹാർഷായിട്ട് പെരുമാറിയ 2 പേരാണ് നിങ്ങൾ 2 പേര്. പക്ഷെ ആക്ച്വലി ഞങ്ങള് റിപ്പോർട്ടിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് തന്നെ നസലിനെതിരെ ഇങ്ങനെ പെട്ടെന്നാണ് ഒരു സ്ഥലത്തുനിന്ന് കുറെ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കുറെ സാധനങ്ങൾ കാണുന്നത്. ആക്ച്വലി നമ്മളിങ്ങനെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇങ്ങനെ ഓരോ കാര്യം സംസാരിക്കല്ലോ. അപ്പൊ ആദ്യം വിചാരിച്ചത് സർക്കാസ് രൂപത്തിൽ എഴുതി വിടുന്ന ഏതോ സാധനങ്ങളാണെന്നാണ് വിചാരിച്ചത്.
ഞാൻ വിചാരിച്ചു പിന്നെ പിന്നെ നോക്കുന്ന സമയത്ത് ഇതിങ്ങനെ കുറേ 2 ദിവസം സ്ഥലത്ത് കഴിയുമ്പോഴത് അങ്ങനെയല്ല മനസ്സിലായി. അതിങ്ങനെ കുറേ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പം ആ സമയത്ത് തന്നെ പക്ഷെ നസ്ലിന്റെ നെക്സ്റ്റ് പടങ്ങളുടെ ഒക്കെ ഇപ്പൊ മോളിവുഡ് ടൈംസിന്റെ ആ ടൈമിൽ ഒരു പിക്ക് വന്നു, ടിക്കി ടാക്കേന്റെ അവര് നിയോഗ ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടു. അതും പലതും ഈ റൂമേഴ്സും അല്ലെങ്കിൽ ഈ ടിക്കി ടാക്കൊക്കെ തന്നെ എന്നെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ജോയിൻ ചെയ്യാൻ ഒരു 2 ദിവസം നിൽക്കുമ്പോഴാണ് ഞാൻ കാണുന്നത് ഇത്. പുറത്താക്കിയോ ഞാനെന്തോ ഇത് എന്റെ പൈസ ഞാൻ അതിനേക്കാൾ കൂടുതൽ പൈസ ചോദിച്ചു അങ്ങനെ പുറത്താക്കി. ബേസ്ലെസ് ആയിട്ടുള്ള കാര്യങ്ങളും ഇത് ആൾക്കാർക്ക് തോന്നുന്നത് എഴുതി വിടുന്നതായിരിക്കും. അത് ഒന്നും പറയാനില്ല. അതിന്റെ ഇതെന്താ അല്ല നമ്മൾക്ക് സംഭവിച്ചല്ലേ? ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ ഇപ്പം ആഫ്റ്റർ ഓൾ നിങ്ങൾ എത്രയൊക്കെ സെലിബ്രിറ്റീസ് ആണെന്നൊക്കെ പറഞ്ഞാലും ആഫ്റ്റർ ഓൾ ആസ് എ പേഴ്സൺ നിങ്ങൾക്ക് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ അല്ല നമ്മൾക്ക് തന്നെ ഇപ്പൊ നമ്മളിപ്പോ ഈ ഇന്റർവ്യൂ ചെയ്യുന്നു, ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒക്കെ പോയിട്ട് കമന്റ് നോക്കില്ല, അതിനകത്ത് ചിലപ്പം 1-2 കമന്റ്സ് ഇപ്പൊ ചോദ്യങ്ങൾ റെഡി ആയില്ല അല്ലെങ്കിൽ വളരെ മോശം എന്നൊക്കെ പറഞ്ഞിട്ട് കാണും. കമന്റ്സ് നോക്കാറില്ല സത്യം. അത് ഞാൻ പറഞ്ഞ 2 കമന്റ് വന്നാലേ നമ്മൾ ഇച്ചിരി എഫക്ട് ആവും, 10 കമന്റ് നല്ലതുണ്ടെങ്കിലും. അതായത് പക്ഷെ നിങ്ങൾ ഇതിനെങ്ങനെ എസ്പെഷ്യലി യങ് ഏജിലും ആണ്, കൊറേ കണ്ടിട്ടും ഇല്ലല്ലോ, പക്ഷെ നമ്മളിങ്ങനെ ബഡ് ചെയ്ത് അത്യാവശ്യം ഒരു സെറ്റപ്പ് ഇങ്ങനെ വരുന്ന സ്റ്റേജിൽ ഇത്ര വരുമ്പം നിങ്ങൾ അതിനെങ്ങനെ ഹാൻഡിൽ ചെയ്യണേ എന്നുള്ളത് ഇതിലൊന്നും ചെയ്യാനില്ല. അത് എന്താ പറയാ, ഓരോരുത്തരുടെ അവര് ഇന്നതാണ് ഇന്നാള് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അവരുടെ എന്താ ഇമാജിനേഷനിൽ ഇത് വിടുക. നമ്മളതിലൊന്നും ചെയ്യാനോ പറയാനോ ഇല്ല. നമുക്കത് പോയി പറഞ്ഞിട്ട് വർക്കില് കോൺസെൻട്രേറ്റ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ടിക്കിറ്റാക്കയുടെ ആ ഒരു റൂമർ ഞാൻ ജോയിൻ ചെയ്തിട്ടുള്ള അവര് ഷെയർ ചെയ്തപ്പോ അത് അവിടെ നിന്നു. അതുപോലെ തന്നെ ഉള്ളു എല്ലാ കാര്യങ്ങളും. നമ്മളുടെ വർക്ക് എന്താ കഴിഞ്ഞ ഇതില് പറഞ്ഞ പോലെ പടം ബേസിട്ടും ഇത് സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൊക്കെ മോണിറ്റൈസേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഈ അടുത്ത് തുടങ്ങിയൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു പോസ്റ്റ് ഇട്ടിട്ട് ഇവൻ കൊള്ളാം നസ്ലിന്റെ അടുത്ത് സൂപ്പർ സ്റ്റാർ താഴെ തെറി പറയണം, എന്നാലേ അതിന് റീച്ച് കൂടുള്ളൂ. കൂടുതൽ കമന്റ്സ് വരുമ്പോ ഇതിന്റെ റീച്ച് കയറും. റീച്ച് കയറി കഴിയുമ്പോൾ അതായത് ഡോളർ കണക്കിനാണ് ഇപ്പൊ സംഭവം വരുന്നത്. അപ്പൊ അതിന് അതേ അടുത്ത് വന്നിട്ടുണ്ട്. നമ്മളൊരു ചെറിയ പാരഗ്രാഫ് എഴുതിയിട്ടാ മതി. ഫേസ്ബുക്ക് പോസ്റ്റുകള് മെറ്റേന്ന് മോണിറ്റൈസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഓർഗനൈസ് അങ്ങനെയൊന്നും വേണ്ട. അതാണ് ലൈക് സെയിം കൈൻഡ് ഓഫ് കുറെ പോസ്റ്റുകൾ ഈ അടുത്ത് ഭയങ്കരമായിട്ട് ആൾക്കാരെന്നെ ചെയ്യുന്നത്, അവരുടെ അക്കൗണ്ടിലേക്ക് തന്നെയാണ് അത് വരിക. ഇതാണ് ഇതിനെ പറ്റി നിലവിലുള്ള അറിവ്. ആക്ച്വലി അതിന്റെ ഒരു ഫസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു നസ്ലിന്റെ കാര്യത്തിൽ നടന്നതെന്നാണ്. കൂടുതലും ഞാൻ ആ സമയത്ത് നോക്കിയപ്പോ കണ്ടാട്ടോ ഈ ഫേക്ക് അക്കൗണ്ടും ഇതില്ലാത്ത എന്തെങ്കിലും റോസോ പ്രൊഫൈലൊക്കെയാ. എനിക്കൊരു സംഭവം ഒരാൾ എന്റെ അടുത്ത് ഒരു കഥ പറയാൻ വന്നു. ഞാൻ പറഞ്ഞില്ല എന്റെ അടുത്ത് കഥ പറയാൻ പോസ്റ്റ് ചെയ്തിട്ട് കഥ പറയാൻ വന്ന എന്റെ അടുത്ത് പോസ്റ്റ് ചെയ്തിട്ട്, അതായത് ഇങ്ങനത്തെ പോസ്റ്റ് ഒക്കെ എഴുതിയിരുന്ന ഒരാളാ. ഞാൻ പറഞ്ഞത് വീട്ടിൽ വെച്ചോണ്ടിരുന്നെ. ഈ പോസ്റ്റ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എഴുതിയിരുന്ന ഒരാളാ. അത് എല്ലാരെ പറ്റി ഇവനെ പറ്റി എന്നെ പറ്റിയൊക്കെ ഇങ്ങനെ പോസ്റ്റ് എഴുതിരുന്ന ഒരാളാ. അല്ലല്ല മോശം പോസ്റ്റ് എഴുതുന്ന ആളാ. ഇയാളെ ഇങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ ഇവൻ പോസ്റ്റ് ചെയ്തിട്ട് ഇവന്റെ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്ന് ഇവൻ തന്നെ കമന്റ് ഇടും. അപ്പൊ ഞാൻ എടുത്ത് നോക്കിയപ്പോ എല്ലാത്തിലും ഈ കമന്റ് ഉണ്ട് ഇവന്റെ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്നും. ശരിയാ ഇവൻ ഇത് നിർത്തേണ്ട സമയം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്റെ ഒറിജിനൽ അക്കൗണ്ടിൽ നിന്നും ഇത് എന്നിട്ട് ഇവൻ എന്റെ അടുത്ത് കഥ പറയാൻ അപ്പൊ ഇവരറിയില്ല. എനിക്ക് മനസ്സിലാവില്ല. ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചു കൊടുത്തു. ശരിയാട്ടോ. എനിക്കൊരു വേറൊരു പേജ് ഉണ്ട്, അത് ഓൺലൈൻ മീഡിയയിൽ ഒരു പേജ് ഉണ്ട്, മറ്റേ വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരു പേജും ഉണ്ട്. അതിലും ഇങ്ങനെ കമന്റ് അത് കമന്റ് ഇട്ടാലേ അപ്പൊ പറയുന്ന മാസം എന്തോ ഇങ്ങനത്തെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നവർക്ക് 1000 രൂപ എന്തോ വെച്ചിട്ടുള്ളൂ മാസം. അതിന്റെ കഷ്ടമാണ്. 1000 പരിഗണിക്കണം. അവർക്ക് എന്താ അത്രയും കിട്ടുള്ളൂ. $1000 $1000 രൂപ ഡോളർ കണക്കിനാണല്ലോ വരുന്നത്. അപ്പൊ 1000-2000 ഒക്കെ വെച്ച് കിട്ടും. പറഞ്ഞ അങ്ങനെ ഒരു നമ്മള് കാരണം ഒരാൾക്കൊരു ഇപ്പൊ വീട്ടിലേക്കൊരു ഒരു നേരത്തെ പച്ചക്കറി വാങ്ങാൻ ഒരു ജോലി ഇല്ലാത്തൊരുത്തിന് പറ്റുന്നുണ്ടെങ്കിൽ അല്ലേ അല്ലേ ഇതിന് ഇങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് അതുണ്ട്. അത് നല്ല രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അയാള് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു വീട്ടിലൊരു തൊഴിലില്ലാതിരിക്കുന്ന ഒരുത്തനാ. അപ്പൊ അയാളുടെ അമ്മയൊക്കെ ചിലപ്പോ ചിത്തോറായിരിക്കും ഇങ്ങനെ വെറുതെ തിന്നോന്ന്. അപ്പൊ നമ്മളെ 2 തെറി പറഞ്ഞ് അയാൾക്കൊരു 1000 രൂപ കിട്ടി, അതിനൊരു 500 രൂപക്ക് പച്ചക്കറി വാങ്ങിച്ച് വീട്ടിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാള് ജീവിക്കുന്നുണ്ട്.
ഇത് പണ്ട് നമ്മുടെ നാട്ടിൽ പറയുമ്പോൾ പഴത്തിൽ കത്തി വെക്കുന്ന എന്താ പറയാ, ഈ കൊള്ളുന്നവനും മനസ്സിലാവില്ലേ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇല്ല, അതല്ല, പറഞ്ഞതാ. ഇങ്ങനെ നിന്നെ പറ്റി കുറ്റം പറഞ്ഞിട്ട് നിന്റെ അടുത്ത് തന്നെ വന്നു കഥ. കഥ പറയാനായിട്ട് കഥ കുറച്ച് കുഴപ്പമായിരുന്നു. എന്നാലും ഞാൻ പറഞ്ഞു എടാ അതുകൊണ്ടല്ലോ ഞാനിതൊരു വിഷമം ഉണ്ടല്ലോ. എനിക്ക് മനസ്സിലായി ആളുടെ അവസ്ഥ മനസ്സിലായി. ആള് അതായത് ഇപ്പൊ ഒരു സിനിമയിലേക്ക് വരുന്ന ഒരാള്, വരാൻ ഉദ്ദേശിക്കുന്ന ഒരാള്, അയാൾക്ക് പെട്ടെന്ന് ഒരാള് എന്തൊക്കെയാവുന്നു. ഇപ്പൊ ഇവനൊക്കെ പെട്ടെന്ന് ഒരു സ്റ്റാർ ആയി കഴിഞ്ഞപ്പോഴേക്കും, അതായത് അത്ര നാൾ ഇവനോട് ഇഷ്ടമായിരിക്കും, സ്റ്റാർ ആയി കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്നൊരു ചിലർ ഇതുണ്ടല്ലോ, ഇത്രയും എമൗണ്ട് ഓഫ് കഷ്ടപ്പെട്ടാല് നിങ്ങൾക്ക് ആ ഒരു പൊസിഷനിൽ എല്ലാവരുടെയും ജേർണി ഡിഫറെന്റ് ആണ് എന്നുള്ളതിന് എന്നെ ഓക്കെയാണ്, എന്റെ കാര്യം പറയുന്നത് ഓക്കെയാണ്. കാരണം ഞാൻ അങ്ങനെ വന്ന ആളാ. അപ്പൊ എന്നെ പറയാം, പ്രശ്നമല്ല. ഇവനെ പറയേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. അത് പെട്ടെന്ന് അതാണ് ഇങ്ങനെ ഒരു ചേഞ്ച് ഒക്കെ വരുന്ന ആൾക്കാരിലേക്ക്. കുറെ പേര് സപ്പോർട്ട് ചെയ്തിട്ടും ലൈക്ക് ഇങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇതിനകത്ത് തന്നെ കമന്റ് ചെയ്യുന്ന ആൾക്കാർ സെപ്പറേറ്റ് പോസ്റ്റ് തന്നെ ഇടുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം കുറെ കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷെ പിന്നെ ലോക വരുന്നതിന്റെ ഒപ്പം തന്നെ ഓണർ റിലീസ് ആയിട്ട് വേറെ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട്. ഇപ്പം ഹൃദയപൂർവ്വം ഉണ്ട്, ഓടുകുതിര ചാടുകുതിരയുണ്ട്, മേനെ പ്യാർ കെ ഉണ്ട്, ബാൾട്ടി ഉണ്ട്. അപ്പം എസ്പെഷ്യലി പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇങ്ങനെ ഓണത്തിന്റെ എല്ലാ വെക്കേഷനും എല്ലാ ദിവസവും ഓരോരോ പടങ്ങൾ പോയി കാണാം. എല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകളാണ്. ഓരോ സിനിമയിൽ നിന്നുള്ള എക്സ്പീരിയൻസ് ഡിഫറെന്റ് ആയിരിക്കും. നമുക്കൊരു പ്രതീക്ഷയുള്ള സിനിമകളാണ്. എന്നാൽ ഈ ഓണർ റിലീസിന് നമ്മുടെ ഒരു പടം എത്തുന്നു, അപ്പുറത്ത് ഫഹദ് ഫാസിലിന്റെ പടം, ഇപ്പുറത്ത് മോഹൻലാലിന്റെ പടമാണ് മത്സരിക്കാൻ വരുന്നത്. കല്യാണിക്ക് 2 പടം. പക്ഷെ നമ്മൾ ചെറുപ്പത്തിൽ എങ്ങനെയല്ല, നമ്മൾ സിനിമയിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു സംഭവം ഉണ്ടായിരിക്കുമല്ലോ. ഓണർ റിലീസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ സംഭവമാണല്ലോ. ഓണർ റിലീസിന് നമ്മുടെ ഒരു പടം ഉണ്ടാവുക എന്നുള്ളതും അത് അപ്പുറത്ത് ഇവരോട് മോഹൻലാൽ ഫഹദ് ഫാസിൽ സിനിമകളോടൊക്കെ ഞാൻ പറഞ്ഞ ഒരു മോശം രീതിയില്ല, ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ, നമ്മൾ ആ ഒരു സ്പേസിലേക്ക് എത്തുക എന്നുള്ളതും. അപ്പം അതിന്റെ ഒരു ആവേശം കൂടി പങ്കുവെക്കാൻ പറ്റിയ സന്തോഷമായിരുന്നു. ലൈക്ക് ഒരു ഡ്രീമി മൊമെന്റ് ആണോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം? മലയാള സിനിമ നല്ലൊരു ഫേസിലൂടെയാണ്. ഞങ്ങൾ ഇതുപോലെ ഒരേ മാസം റിലീസ് വന്ന് നമ്മൾ എല്ലാ പടങ്ങളൊക്കെ ഇതിനു മുമ്പ് ഫെബ്രുവരിയിലായിരുന്നു. എന്താ സംഭവിച്ചെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതൊക്കെ തന്നെ ഇപ്പോഴും പിന്നെ അതുപോലെ കഴിഞ്ഞ ദിവസം സത്യൻ സാറിനെ കണ്ടിട്ടുണ്ടായിരുന്നു നേരിട്ട്, അവരുടെ ഡബ് പാച്ച് കിടക്കുന്ന സമയത്ത്. അപ്പൊ ഈ പടത്തിനെ പറ്റി ചോദിച്ചു, ലോകയുടെ ഡബ് എന്താണ് അപ്ഡേറ്റ്സ് എന്നുള്ളത്, അവരുടെ കാര്യങ്ങളും പറഞ്ഞു. അപ്പൊ ഇതെല്ലാം ഈ പറഞ്ഞ പോലെ എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന ആൾക്കാരാണ്. ഇപ്പൊ ബാൾട്ട ആണെങ്കിലും ബാൾട്ടി, അപ്പൊ അത് ഉണ്ണിനെ എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരാളാണ്. ആദ്യത്തെ പടമാണ്, ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ടുണ്ട്, അതിനും ഉണ്ണി പണ്ട് ചെയ്തിട്ടുള്ള ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ഷോർട്ട് ഫിലിം. അപ്പൊ ഇതെല്ലാം നമ്മൾക്ക് പരിചയമുള്ള ആൾക്കാർ, ആഷിഖ് ഉസ്മാൻ, സംഗീത്, ഇതെല്ലാം. അപ്പൊ എല്ലാ പടവും കാണാൻ ആൾക്കാരുണ്ടാവും. അത് ഹിറ്റാവട്ടെ. പിന്നെ അതിനെല്ലാം ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥകളാണ്. എല്ലാം ഒന്നിനൊന്നും ഡിഫറെന്റ് സിനിമകളാണ്. അത് ഈ പറഞ്ഞ പോലെ ചരിത്രം ആവർത്തിക്കട്ടെ. ഒരുപാട് സന്തോഷം, നല്ലതായിട്ട് കുറെ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാൻ പറ്റി. അപ്പൊ ലോകം നമ്മളെല്ലാവരും ഭയങ്കര രസമായിട്ട് എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന പടമാണ്. അപ്പൊ ആ എക്സ്പെക്ടേഷനെയൊക്കെ കവച്ചു വെക്കുന്ന ഒരു സിനിമയായിട്ട് വരട്ടെ. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും പുതിയ ഒരുപാട് പ്രൊജക്ട്സ് ലൈനപ്പിൽ ഉണ്ടെന്ന് അറിയാം. അതൊക്കെ നല്ല രസമായിട്ട് വരട്ടെ. താങ്ക് യു സോ മച്ച്.